മോട്ടോർ വാഹന നിയമങ്ങളിൽ ഭേദഗതി വരുത്തി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വാഹന നിയമത്തിലെ ഭേദഗതികൾ അനുസരിച്ച് ചലാൻ സംവിധാനമാണ് കൂടുതൽ കർശനമാക്കി നടപ്പാക്കുന്നത്. ഒരു ട്രാഫിക് നിയമലംഘനത്തിന് പിഴയിട്ടാൽ 45 ദിവസത്തിനുള്ളിൽ ഈ പിഴ ഒടുക്കിയിരിക്കണമെന്നതാണ് മോട്ടോർ വാഹന നിയമ ഭേദഗതിയിലെ സുപ്രധാന നിർദ്ദേശം. ഒരു വർഷത്തിനുള്ളിൽ 5 അതിലധികമോ ട്രാഫിക് നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നതാണ് മോട്ടോർ വാഹന ചട്ടത്തിലെ മറ്റൊരു നിർദ്ദേശം. ലൈസൻസ് 3 മാസം വരെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. RTOയ്ക്കാണ് നടപടിയെടുക്കാനുള്ള അധികാരം. മുൻ വർഷങ്ങളിലെ കുറ്റങ്ങൾ ഉൾപ്പെടുത്തില്ല. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് ഉടമയുടെ വാദം കേൾക്കാനുള്ള അവസരം നൽകണമെന്നും ചട്ടത്തിലുണ്ട്. പൊതുവഴിയിൽ വാഹനം നിർത്തിയിടൽ, അനധികൃത പാർക്കിംഗ്, വാഹനം മോഷണം, വാഹനയാത്രക്കാരെ മർദ്ദിക്കൽ, തടഞ്ഞുവെക്കൽ തുടങ്ങി മോട്ടോർ വാഹന നിയമത്തിലെ 24 നിയമലംഘനങ്ങളാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് കാരണമായി പറയുന്നത്. അമിത വേഗം, ഹെൽമറ്റ് ഇല്ലാതെ വാഹനമോടിക്കൽ, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, സിഗ്നൽ വെട്ടിക്കൽ എന്നിവയും കുറ്റങ്ങളിലുണ്ട്. ചെറിയ കുറ്റങ്ങളെന്നോ വലുതെന്നോ കണക്കാക്കാതെ 5-ൽ കൂടിയാൽ ഇനി മുതൽ നടപടിയെടുക്കും. നിയമലംഘനത്തിന് പിഴയിട്ടാൽ 45 ദിവസത്തിനുള്ളിൽ നിർബന്ധമായും ഇത് അടച്ചിരിക്കണമെന്നാണ് നിയമ ഭേദഗതിയിൽ നിർദ്ദേശിക്കുന്നത്. നിയമം ലംഘിച്ച വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട ചലാനുകൾ 3 ദിവസത്തിനുള്ളിൽ ഇലക്ട്രോണിക്കലായോ 15 ദിവസത്തിനുള്ളിൽ നേരിട്ടോ കൈപ്പറ്റണമെന്നാണ് നിർദ്ദേശം. അതിനുശേഷം 45 ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കുകയോ നിയമലംഘനം നടന്നിട്ടില്ലെങ്കിൽ അത് തെളിയിക്കുകയോ വേണം. ഇതിന് തയ്യാറായില്ലെങ്കിൽ ലൈസൻസ്, രജിസ്ട്രേഷൻ തുടങ്ങിയവ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. തുടർച്ചയായി ഗതാഗത നിയമങ്ങൾ ലംഘിക്കുകയും പിഴ അടയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന വാഹനങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തും. ഈ വാഹനങ്ങൾക്ക് പിന്നീട് നികുതി അടയ്ക്കുന്നത് ഒഴികെ വാഹൻ സൈറ്റിൽ വാഹനവുമായി ബന്ധപ്പെട്ട യാതൊരു സേവനങ്ങളും ലഭിക്കുകയില്ല. RCയിലെ അഡ്രസ് മാറ്റൽ, ഉടമസ്ഥാവകാശം മാറൽ, വാഹനത്തിൻ്റെ തരം മാറ്റൽ, പെർമിറ്റ്, ഫിറ്റ്നസ്, ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യൽ തുടങ്ങിയുള്ള മറ്റു സേവനങ്ങളും ഇത്തരം വാഹനങ്ങൾക്ക് നിഷേധിക്കപ്പെടും. നിയമലംഘനങ്ങൾക്കുള്ള പിഴ കുടിശ്ശിക വരുത്തിയിട്ടുള്ള വാഹനങ്ങൾ അത് അടയ്ക്കുന്നതുവരെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പിടിച്ചെടുക്കാനുള്ള അധികാരവും നിയമം നൽകുന്നുണ്ട്. നിയമലംഘനം നടന്നിട്ടുള്ള വാഹനത്തിൻ്റെ ഉടമയ്ക്കെതിരെയായിരിക്കും നിയമ നടപടികൾ സ്വീകരിക്കുക. നിയമലംഘനം നടന്ന സമയത്ത് വേറെ ആരെങ്കിലുമായിരുന്നു വാഹനം ഓടിച്ചിരുന്നതെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത വാഹനത്തിൻ്റെ ഉടമയ്ക്കായിരിക്കും.